നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ആദ്യം തന്നെ എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. ഒരു ടെൻഷനും വേണ്ടാടെ, നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. എല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു. ക്വിക്ക് റിവിഷനാണ്. എല്ലാ ചാപ്റ്റേഴ്സിലെയും ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു 10 മിനിറ്റുള്ള വീഡിയോ അല്ലെങ്കിൽ 5 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സിലെയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. അന്നേരം ഒപ്പം നിൽക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതാണ് എല്ലാം. ഇനി അങ്ങോട്ട് കെമിസ്ട്രി മാത്സിനും എല്ലാത്തിനും. അന്നേരം നമുക്ക് തുടങ്ങാം. ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. അതിനകത്തുനിന്ന് ആദ്യമായി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ബേസിക് പ്രോപ്പർട്ടീസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസർവേഷൻ ഓഫ് ചാർജ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് മാത്രമായിട്ട് ചോദിക്കാം. Q = +or - NE. പ്രോബ്ലം ചോദിക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് വേണ്ട, Q = NE. പിന്നെ കൂളംസ് ലോ ചോദിക്കാം, അതിന്റെ വെക്റ്റർ ഫോം ചോദിക്കാം, കൂളമ്പിന്റെ ഡെഫിനിഷൻ ചോദിക്കാം. പിന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും പലപ്പോഴും കുട്ടികൾ പഠിച്ചുകൊണ്ട് പോയത് ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ട് പോകാതിരിക്കുന്നതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, അതിൻ്റെയൊക്കെ യൂണിറ്റുകൾ, ഡൈപോൾ മൊമെന്റിന്റെ ഒക്കെ യൂണിറ്റ് എല്ലാം പഠിച്ചുകൊണ്ട് പോകണം. ഇലക്ട്രിക് ഡൈപോളിന്റെ അതിലും ഡയറക്ഷൻ പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ മെയിൻ ഇക്വേഷൻ τ = P sin θ, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസിന് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും അതിന്റെ എക്സാമ്പിൾ. ഡൈലക്ട്രിക് പോളറൈസേഷൻ. ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും ആ ചാപ്റ്ററിനകത്തെ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. SI ടൈപ്പിലും 3 മാർക്കിലും ഒക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതിനകത്തുള്ളതാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനകത്തെ 3 ടേം, അതായത് ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി. ആ ചാർജ് ഡെൻസിറ്റികളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട്, വോളിയം ചാർജ് ഡെൻസിറ്റി അത് കൃത്യമായിട്ട് നോക്കുക. ആ ചാപ്റ്റർ തീരുന്നത് ഇങ്ങനെയാണ്. ഗോസസ് തിയറം, അതിന്റെ പ്രൂഫ്, 3 ആപ്ലിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ എല്ലാ ക്വസ്റ്റിനകത്തും അത് കാണാൻ ചാൻസ് കൂടുതലാണ്. അതിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് പോലുള്ള വാക്കുകൾ, ടേംസ് നോക്കിക്കൊണ്ട് പോവുക. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, അതിന്റെ യൂണിറ്റ് എന്താണെന്നും, പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ E = -dV/dx എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈക്വിപൊട്ടൻഷ്യൽ സർഫസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഇതിന്റെ എല്ലാം ഡയഗ്രാം വരച്ച് പഠിക്കുക. കപ്പാസിറ്റർ എന്താണെന്നും കപ്പാസിറ്റൻസ് എന്താണെന്നും ഫാരഡ് എന്താണെന്നും പഠിച്ചുകൊണ്ട് പോവുക. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. C = Q/V. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. പിന്നെ എനർജി സ്റ്റോറിന്റെ കപ്പാസിറ്റർ ഇക്വേഷൻ മാത്രം പഠിക്കുക, അത് വെച്ച് പ്രോബ്ലം ചോദിക്കും. U = ½ CV². പിന്നെ എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ. ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരാനും വേണ്ടി ഇതെല്ലാം പറയുന്നത്, സ്കിപ്പ് ചെയ്യാതിരിക്കുക. അടുത്തത് തേർഡ് വൺ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ എന്താണ് ഇലക്ട്രിക് കറണ്ടിനുള്ള അതിന്റെ ഡയറക്ഷന്, അതിന്റെ വെലോസിറ്റി ഒക്കെ നോക്കുക. കറണ്ട് ഡെൻസിറ്റി എന്താന്ന് പഠിക്കുക. J = I/A ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ/മീറ്റർ² ആണ്. EMF എന്തോന്ന് നോക്കിക്കൊണ്ട് പോവുക. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് പഠിക്കുക. റിലാക്സേഷൻ ടൈമും എന്താണെന്ന് പഠിക്കുക. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും കറണ്ട് ഡെൻസിറ്റി ആയിട്ടുള്ള റിലേഷൻസ് നോക്കുക. മൊബിലിറ്റി, V is directly proportional to E. V = μ × E. μ എന്ന് പറയുന്നതാണ് മൊബിലിറ്റി. V/E. ആ മ്യൂ എന്ന് പറയുന്നതാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. മൊബിലിറ്റി എന്താണെന്ന് നോക്കുക. ഓംസ് ലോ കണ്ടിപ്പാ 100% എല്ലാ ടോപ്പിക്കുകളും പഠിക്കുക. ഓംസ് ലോ എന്താണ്, കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഓംസ് ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഓംസ് ലോ ഒബേ ചെയ്യാത്ത എപ്പോഴാണ്, ടെമ്പറേച്ചർ മാറുമ്പം റെസിസ്റ്റൻസ് മാറും, അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നോക്കുക. കിർച്ചോഫ് ലോ 2 ലോസ് ഉണ്ട്, ജംഗ്ഷൻ റൂളും മെഷ് റൂളും. വീൻസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിന്റെ ഡെറിവേഷൻ, അതിന്റെ ഫാക്ടേഴ്സ് നോക്കിക്കൊണ്ട് പോവുക. 3 അത്രയും ടോപ്പിക്കുകൾ 3ാമത്തെ ചാപ്റ്ററിൽ മതി. 4 മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ആദ്യം തുടങ്ങുന്ന ഒരു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. F = BQV sin θ. അത് വെക്ടർ ഫോമിൽ എഴുതാം. വെക്ടർ F = Q × V×B അങ്ങനെ എഴുതാം. പിന്നെ അതിനകത്തുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ്, അതിന്റെ യൂണിറ്റ് ആണ് വെബർ. മാഗ്നറ്റിക് ഫ്ലക്സ് ഇന്റൻസിറ്റി, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. 3 റൂൾ ഉണ്ട്. അതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ
ചിലപ്പം ചോദിക്കാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. പിന്നെ ബയോട്സ് അവാർഡ്സ് ലോയുടെ സർക്കുലർ ലൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ദി ലൂപ്പ് പഠിക്കുക. അതുപോലെ ആംബിയർ സർക്യൂട്ട് തീർത്തിനകത്ത് ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറും ലോങ് സോളിനോയിഡും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററും കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്ററും അതിൻ്റെ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറും ലോറൻസ് ഫോഴ്സ് പഠിക്കണം. ഇറ്റ് ഈസ് എ സം ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഇലക്ട്രിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇലക്ട്രിക് ഫോഴ്സിന്റെ സം ആണ് വെറും ലോറൻസ് ഫോഴ്സ്. അത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ല. പിന്നെ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറന്റ് ആൻഡ് ഡിഫൈൻ ആംബിയർ മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. 5 മാഗ്നറ്റിക്സിനകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ്. മാഗ്നറ്റിക് ഡൈപോൾ എന്താണ്, മാഗ്നറ്റിക് ലെങ്ത് എന്താണ്, ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ഗോസസ് തിയറി ഇൻ മാഗ്നറ്റിസം, പാരാമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് പ്രോപ്പർട്ടീസ്. പിന്നെ 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്തോന്നും പഠിച്ചോണ്ട് പോവുക. ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അത് ഫാരഡേസ് ലോയും ലെൻസസ് ലോയും. പിന്നെ സെൽഫ് ഇൻഡക്ഷൻ എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. പിന്നെ 3 ടേം അടുപ്പിച്ചെടുക്കുന്നതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. നമ്മുടെ നോട്ടിനകത്ത് എല്ലാം ഉണ്ട്. പിന്നെ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. 3ാമത് കിടക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോഷണൽ EMF, സ്മോൾ ഇ ഈസ് ഈക്വൽ ടു BLV എന്ന് പറയുന്ന ഡെറിവേഷനിൽ കിട്ടുന്നതാണ്. 7 ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് ആണെങ്കിലും ഞാനിത് ആദ്യം പഠിപ്പിക്കുന്നതാണ്, ACക്കകത്ത് തുടക്കം പഠിപ്പിക്കുന്നതാണ്. AC ജനറേറ്റർ വർക്കിംഗ് പ്രിൻസിപ്പിള്. പിന്നെ AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഉള്ളി, കപ്പാസിറ്റർ ഉള്ളി, ഇൻഡക്ടർ ഉള്ളി. പിന്നെ LCR സർക്യൂട്ട് എന്ന് പറയുന്ന SA, പവർ ഫാക്ടർ, ഇമ്പിഡൻസ്. പവർ ഫാക്ടർ എന്താണെന്ന് ചോദിക്കാം, ഇമ്പിഡൻസ് എന്താണെന്ന് ചോദിക്കാം, ആ ടോപ്പിക്കുകൾ. പിന്നെ അതിനകത്തുള്ള റെസണൻസ്, ഷാർപ്നെസ് ഓഫ് റെസണൻസ്, വാട്ട്ലെസ് കറണ്ട്, ട്രാൻസ്ഫോമർ എന്താണ്, ട്രാൻസ്ഫോമറിന്റെ പ്രോബ്ലം VS/VP = NS/NP, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പിന്നെ ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അതിനകത്ത് വരുന്നതാണ് കോപ്പർ ലോസ്, അയൺ ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. പിന്നെ 4ാമത് വരുന്ന ഹിസ്റ്റീരീസ് ലോസ്. ഇത്രയും കാര്യങ്ങൾ 7ാമത്തെ ചാപ്റ്റർ AC-ന്ന്. 8ാമത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്, ചെറിയ ചാപ്റ്ററാണ്. എല്ലാ വേവ്സിന്റെയും യൂസസും പ്രൊഡക്ഷനും പഠിച്ചുകൊണ്ട് പോവുക. നിർബന്ധമായിട്ട് ഏതെങ്കിലും യൂസോ പ്രൊഡക്ഷനോ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ കറണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസ്. ഒരേ ഒരു പ്രോബ്ലം ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഫോർ എ ട്രാവലിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതിൽ മോഡലിൽ നിന്ന് C = E0/B0 എന്ന് പറയുന്ന പ്രോബ്ലം ചോദിച്ചേക്കുന്നത്. നമ്മുടെ പ്രോബ്ലത്തിന്റെ സെക്ഷനിൽ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് പോകാൻ നിർബന്ധമായിട്ടും. പിന്നെ മേജർ സ്ഥാനത്തിലേക്ക് വരുവാണെങ്കിൽ 9 റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനകത്തുനിന്ന് ലോസ് ഓഫ് റിഫ്രാക്ഷൻ, സ്നെൽസ് ലോയും ആദ്യത്തെ ലോയും വരുന്നുണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ, ടോട്ടൽ റിഫ്രാക്ഷൻ, പിന്നെ ടോട്ടൽ റിഫ്ലക്ഷന്റെ കണ്ടീഷൻസ്. പിന്നെ അതിനകത്തുനിന്ന് വരാൻ പറ്റുന്നത് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന് പറയുന്ന മെയിൻ SA. അതിനകത്തോട് ചേർത്ത് നിങ്ങൾ പഠിക്കണം. സ്മോൾ ആംഗിൾഡ് പ്രിസം വിട്ടുപോകരുത്. അത് വേണമെങ്കിൽ സബ്ഡിവിഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. D = n-1 × A എന്നാണ് അത് തീരുന്നത്. പിന്നെ അതിനകത്ത് റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മിറർ ഫോർമുല, 2 തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട്, മാഗ്നിഫിക്കേഷൻ, പവർ ഓഫ് എ ലെൻസ്, മാഗ്നിഫിക്കേഷൻ, പവർ ഓഫ് എ ലെൻസ്, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് SA ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. പിന്നെ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. ഇത്രയും ഭാഗമാണ് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. 10 വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സിനകത്ത് യൂസസ് ഓഫ് പോളറൈസ്ഡ് ലൈറ്റ്, യൂസസ് ഓഫ് പോളറോയിഡ്സ്, പിന്നെ ബാൻഡ് വിഡ്ത്ത് എന്താണ്, കൊഹറന്റ് സോഴ്സ് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ് ബാൻഡ് ആൻഡ് ഡിഫ്രാക്ഷൻ ബാൻഡ്, ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അത് വെച്ച് ഹൈജീൻസിന്റെ പ്രിൻസിപ്പിൾ വെച്ച് റിഫ്രാക്ഷനും റിഫ്ലക്ഷനും പ്രൂവ് ചെയ്യുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഡെറിവേഷൻ പഠിക്കേണ്ട. എൻ്റെ ഫൈനൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. β = d(λ/d). അത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാം, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. 11 ഡ്യുവൽ നേച്ചർ ആണ്. ഡ്യുവൽ നേച്ചറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യത്തെ വർക്ക് ഫംഗ്ഷൻ ആണ്. വർക്ക് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. വാട്ട് ആർ ദി മെത്തേഡ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ, തെർമിയോഡിക് എമിഷൻ, ഫീൽഡ് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, സെക്കൻഡറി എമിഷൻ. 3 ഗ്രാഫുകളുണ്ട്. ഇന്റൻസിറ്റി ഓഫ് കറണ്ടും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത്. പിന്നെ 2ാമത്തെ ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ, കട്ട് ഓഫ് പൊട്ടൻഷ്യൽ വെച്ചുള്ള ഗ്രാഫ്. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്നും അതിന്റെ ഗ്രാഫും. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, ലോസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺസ്, ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇത്രയും ഇതിനകത്ത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ആറ്റംസും ന്യൂക്ലിയർ, മാസ് ഡിഫക്റ്റീവ് ബൈൻഡിങ് എനർജി നമ്പർ 1, അതിന്റെ ഇക്വേഷൻ, പ്രോബ്ലം, ഗ്രാഫ്,
പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്, റേഡിയോ ആക്ടിവിറ്റിയുടെ പ്രാക്ടിക്കൽ യൂണിറ്റ്സ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ബെക്വാറിലാണ്, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ക്യൂറിയും റുദർഫോർഡുമാണ്. പിന്നെ അയണൈസേഷൻ എനർജി ആൻഡ് ഇക്വേഷൻ -13.6/n² × പിന്നെ ബോറിന്റെ പോസ്റ്റുലേറ്റ്സ്, റുദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ്, ബോറിന്റെ 3 പോസ്റ്റുലേറ്റും പഠിക്കണം. അതിനകത്ത് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് L = NH/2π, ആംഗുലർ മൊമെന്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. അത് ഡി ബ്രോഗ്ലി പ്രൂവ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പം, അതായത് സെമി കണ്ടക്ടറിലേക്ക് വരുമ്പം, ആദ്യം തന്നെ സെമി കണ്ടക്ടർ അതിന്റെ പ്രോപ്പർട്ടീസ്, പ്രത്യേകിച്ച് രണ്ടാമത്തെ പ്രോപ്പർട്ടി നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്. പിന്നെ എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ്, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും നടുക്കുള്ള ഗ്യാപ്പ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഫോർവേഡ് ബയാസിംഗ്, റിവേഴ്സ് ബയാസിംഗ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഡോപ്പിംഗ്, ദി പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു എ സെമി കണ്ടക്ടർ. Intrinsic, extrinsic semiconductor. Rectifier, very very important, and a principle. Half wave rectifier, full wave rectifier, and a ഗ്രാഫും സർക്യൂട്ട് ഡയഗ്രം എല്ലാം വെച്ച് പഠിക്കുക. ഇത്രയാണ് ഒരു ഫുൾ ടോപ്പിക്സ് ക്വിക്ക് റിവിഷൻ എന്ന് പറയുമ്പോൾ. നിങ്ങൾ ഇതിലോട്ടെല്ലാം ഒന്ന് ഓടിച്ച് നോക്കാൻ മാക്സിമം ശ്രമിക്കുക. 1-2 വീഡിയോ ഇട്ടാൽ പോലും നിങ്ങൾക്കതൊരു പാഴാവതിലെന്ന് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം എല്ലാ കുഞ്ഞുങ്ങൾക്കും ബെസ്റ്റ് വിഷസിനോടൊപ്പം അടുത്തൊരു ചെറിയ വീഡിയോ വരും. എന്തായാലും നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിയട്ടെ. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർഗങ്ങളും കിട്ടട്ടെ. ഒരു കുഞ്ഞുങ്ങൾ പോലും തോക്കരുത്. എല്ലാവരും വിജയിച്ചു വരിക. മാഷിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും. നെവർ എവർ ഗിവ് അപ്പ്.